വെൽക്കം ബാക്ക് ടു റിസൾട്ട്സ് ഗാലറി. ഇപ്പോൾ ഞാനിന്ന് 10th സ്റ്റാൻഡേർഡിലെ ട്രിഗ്നോമെട്രി എന്ന പാഠമാണ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്റർ 5. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ 3 ഐഡൻറ്റീസ് ആണ് ട്രിഗ്നോമെട്രിയിലുള്ളത്: സൈൻ, കോസ്, ടാൻ. അപ്പോൾ നമുക്ക് സൈൻ നോക്കാം. സൈന് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് adjacent side by hypotenuse, tan opposite side by adjacent side. അപ്പോൾ ഈ 3 ഐഡൻറ്റീസ് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ നോക്കാം. നമുക്ക് ഈ ബി ആംഗിളായിട്ട് എടുക്കുക. അപ്പോൾ ആ ബീൻ്റേത് സൈൻ ബി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതിൻ്റെ കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, പിന്നെ ടാന് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതാണ് ഈ 3 ഐഡൻറ്റീസ്. ഇത് പഠിക്കേണ്ടതാണ് ഈ ക്വസ്റ്റ്യനിൽ, ഈ ചാപ്റ്ററിൽ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി, ആംഗിൾ ബി 19 ഡിഗ്രി, ആംഗിൾ സി 40, എസിൻ്റെ ലെങ്ത്ത് 10, ഫൈൻഡ് ആംഗിൾ എ. പിന്നെ ബി സിയുടെ ലെങ്ത്ത് കാണാനും ആൻഡ് എ ബിയുടെയും ലെങ്ത്ത് കാണാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതുപോലെ നമ്മളൊരു പിക്ചർ ആദ്യം വരക്കൂ, ട്രയാങ്കിൾ. എന്നിട്ട് അതിൻ്റെ തന്ന മെഷറെല്ലാം പ്രൂവ് ചെയ്യൂ. എന്നിട്ട് നമ്മൾ ഇനി അത് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്കിവിടെ നേരത്തെ പറഞ്ഞതുപോലെ സൈൻ്റെയൊക്കെ വില തരും. സൈന്, കോസ്, ടാന് അത് ക്വസ്റ്റ്യനിൽ തന്നെ തരും. ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. സൈൻ 40ൻ്റെയും കോസ് 40യും ടാൻ 40യും. നമുക്ക് ഇവിടെ ഓരോന്ന് എടുക്കണം. ഇതാ 40 ഇതാ. അപ്പോൾ നമ്മൾ ആ ആംഗിളിന് വെച്ചിട്ട് സൈന്, കോസ്, ടാൻ ആയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളോട് ആദ്യം ആംഗിൾ എ ആണ് കാണാൻ പറയുന്നത്. ആംഗിൾ എ എത്രയാണെന്നാണ് കാണാൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം 180 ആണെന്ന്. ഇവിടെ 40യും തന്നിട്ടുണ്ട്, 90യും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 180യിൽ നിന്ന് 130 കുറച്ചാൽ മതി. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് കുറച്ചാൽ നമ്മൾക്ക് ആംഗിൾ എ കിട്ടും. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 130. അപ്പോൾ നമുക്ക് ആംഗിൾ എ 50 ആണെന്ന് കിട്ടി. ഇത് കിട്ടി, നമുക്ക് 50 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മളോട് കാണാൻ പറയുന്നത് ബി സിയുടെ ലെങ്ത്താണ്. അതായത് ഇതിൻ്റെ ലെങ്ത്ത് അത് നമുക്ക് നമുക്ക് 40. അപ്പോൾ ഓപ്പോസിറ്റ് അഡ്ജസൻ്റാണ് വരിക. ഇത് സി ബി അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈനാണ്. അല്ല, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കോസ് 40 ആണ്. കോസ് 40ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 0.642 ആണ്. 0.642 ആണെന്ന് നമുക്ക് ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി കോസ് 40 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് ബി സി. ആദ്യം നമ്മൾ കോസ് 40 എന്ന് എഴുതുക. എന്നിട്ട് അഡ്ജസൻറ്റ് സൈഡ് ബി സി ആണ്. ബി സി ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10 ആണെന്ന്. അപ്പോൾ ബി സി ബൈ 10. എന്നിട്ട് നമുക്ക് ഇനി ബി സി നോക്കുക. ബി സി ഈസ് ഈക്വൽ ടു കോസ് 40ൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുക, 0.642. നമുക്കിതിൽ ഈ പാഠത്തിൽ 3 ഐഡൻറ്റീസാണ് പഠിക്കാനുള്ളത്: സൈൻ, കോസ്, ടാൻ. സൈന് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് 3 പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഈ ആംഗിൾ ബി നമുക്ക് ഒരു ആംഗിളായിട്ട് എടുക്കുക. എന്നിട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത്, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് ഇത്, ഹൈപ്പോട്ടന്യൂസ് ഈ വലുത്. അപ്പോൾ സൈൻ ബി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ
ഹൈപ്പട്ന്യൂസ്. കോസ് ബി എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ്. ടാൻ ബി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ബി 19 ഡിഗ്രി, ആംഗിൾ സി 14 ഡിഗ്രി, എ സിയുടെ ലെങ്ത്ത് 10. ഫൈൻഡ് ദ ആംഗിൾ എ. ബി സിയുടെ ലെങ്ത്ത് കാണുക ആൻഡ് എ ബിയുടെയും ലെങ്ത്ത് കാണുക. അതിന് ഇവിടെ നമുക്ക് നേരത്തെ പഠിച്ച പോലെ സൈൻ കോസ് ടാൻ വെച്ചിട്ടാണ് കാണേണ്ടത്. അതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ തരും. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്ന പ്രകാരം ആദ്യം ഒരു പിക്ചർ വരക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറയുന്നത് ആംഗിൾ എയും പിന്നെ ബി സിയുടെ ലെങ്ത്തും പിന്നെ എ ബിയുടെ ലെങ്ത്തുമാണ് കാണാൻ പറയുന്നത്. നമുക്ക് ആദ്യം ആംഗിൾ എ കാണാം. എ കാണാൻ ഈസിയാണ്. നമുക്കിവിടെ ആംഗിൾ ബി 90യും സി 40 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം 180 ആണെന്ന്. അപ്പോൾ ആ 180യിൽ നിന്ന് ഇത് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ എ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 130 ഈസ് ഈക്വൽ ടു 50. അപ്പോൾ നമുക്ക് ആംഗിൾ എ കിട്ടി, 50 ആണെന്ന് കിട്ടി. ഇനി നമ്മളോട് കാണാൻ പറയുന്നത് ബി സിയുടെ ലെങ്ത്താണ് കാണാൻ പറയുന്നത്. ബി സിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് നോക്കാം. ടു ഫൈൻഡ് ബി സി. ഇവിടെ ബി സി ഈ ബി സി ഈൻ്റെ ലെങ്ത്താണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതാണ് 40 അല്ലേ നമുക്കിവിടെ ആംഗിൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്. അപ്പോൾ നമുക്ക് കോസാണ് എടുക്കേണ്ടത്. കോസ് 40ൻ്റെ വാല്യൂ എടുക്കുക. അപ്പോൾ കോസ് 40 ഈസ് ഈക്വൽ ടു ബി സി ബൈ ഹൈപ്പട്ന്യൂസ് 10 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 10. അപ്പോൾ ഇനി ബി സിനെ ഇവിടെ ആക്കിയിട്ട് ബി സി ഈസ് ഈക്വൽ ടു കോസ് 40യുടെ വാല്യൂ 0.766 ആണ്. 0.766 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു അപ്പോൾ 10 ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഡെസിമൽ ഇപ്പുറം കടത്തിയിട്ട് 660 അങ്ങനെ ഇടാനേ ഉള്ളൂ. 10 കൊണ്ട് അതിനെ ഇൻറ്റു ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഇത്ര 10 ഉണ്ടാകുമ്പോൾ പണിയുള്ളൂ. ഇനി നമ്മളോട് കാണാൻ പറയുന്നത് എ ബിയുടെ ലെങ്ത്താണ് നമ്മളോട് കാണാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എ ബിയുടെ ലെങ്ത്ത് നോക്കാം. ടു ഫൈൻഡ് എ ബി. അപ്പോൾ നമുക്കിനി എ ബിയുടെ ലെങ്ത്താണ് കാണേണ്ടത്. എ ബി ക്വസ്റ്റ്യനിൽ എ ബീൻ്റെ ലെങ്ത്ത് അല്ലേ. അപ്പോൾ ഈ 40 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ്. അപ്പോൾ സൈനാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ് സൈനാണ്. അപ്പോൾ സൈൻ്റെ വാല്യൂ നോക്കുക. 0.642 ആണ്. അത് നമുക്ക് ഇവിടെ നോക്കാം. ഇത് സൈൻ അല്ലേ. സൈൻ 40 ഈസ് ഈക്വൽ ടു ബി എ ബൈ 10 ഹൈപ്പട്ന്യൂസ്. അപ്പോൾ ഇനി നമുക്ക് സൈൻ 40യുടെ വാല്യൂ 642 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ബി എ ബൈ 10. ഇനി ഇത് ബി എനെ ഇവിടെ വെച്ചിട്ട് ബി എ ഈസ് ഈക്വൽ ടു 0.642 ഇൻറ്റു 10. ഇതിപ്പുറം വരുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ നമുക്ക് ഇതിനോട് ഇൻറ്റു ചെയ്യാൻ ഈസിയാണ്. ഒരു ഡെസിമൽ കടത്തിയിട്ട് 6.4. നമുക്ക് ബി എയുടെയും ലെങ്ത്ത് കിട്ടി 6.420 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്തത് ഇനി നമ്മൾക്ക് റേഷ്യോ വെച്ചിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ നോക്കലാണ്. ഇത് 19 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി. നമുക്കിവിടെ 19 ഡിഗ്രി 19ൻ്റെ ഓപ്പോസിറ്റ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 30ൻ്റെ ഓപ്പോസിറ്റ് 1. ഇത് നമ്മളൊരു ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ് 1. അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് 1√3. അതായത്
ഇതാ ആംഗിൾ വെച്ചിട്ട് 30:60:90 ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 30ൻ്റെ നമുക്ക് കിട്ടിയത് 1 ആണ്. 1:√3:2. അതായത് 90ക്ക് 2 ആവുള്ളേ. അപ്പോൾ 30ക്ക് 1. 90ൻ്റെ നേരെ ഹാഫ് ആയിരിക്കും 30ൻ്റെ ഇത് റേഷ്യോ. ഇങ്ങനെ നോക്കിയാൽ മതി. പിന്നെ ആ 30ൻ്റെ റേഷ്യോൻ്റെ √3 ടൈംസ് ആയിരിക്കും 60ക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഇത് കിട്ടുന്നത്. ഇനി നമുക്ക് വേറെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എടുത്ത് നോക്കാം. 45, 45, 45. അപ്പോൾ ഒരു 45ൻ്റെ ഒന്നാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് മെഷർ. അപ്പോൾ ഇതും 45 തന്നെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് മെഷർ സെയിം ആയിരിക്കും, 1 തന്നെയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് 90 ആണ്. 90ൻ്റെ അപ്പോൾ അത് 1√2 ആണ്. അതും നമ്മൾ ആ റേഷ്യോ വെച്ചിട്ട് തന്നെ ബൈ ഹാർട്ട് പഠിക്കുന്നതാണ്. 45:45:90. ഇത് ഡിഗ്രീസ് ആണ്. 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി. അപ്പോൾ 1:1√2. അതായത് ഈ 45ൻ്റെ √2 ടൈംസാണ് ഈ 90 ഡിഗ്രിക്ക് കിട്ടുക ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ABCD ഈസ് എ പാരലലോഗ്രാം. AB ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. പിന്നെ AD ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ആംഗിൾ D ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം. ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്ന പോലെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ അത് 120 തന്നിട്ടുണ്ട്. അപ്പോൾ 180 - 120 ഈസ് ഈക്വൽ ടു 60. ഇത് 60 കിട്ടി. അപ്പോൾ നമുക്ക് നമ്മളോട് ഇവിടെ ഏരിയ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു BH ആണ്. അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് നമുക്ക് ബേസ് AB അത് 8 തന്നിട്ടുണ്ട്. 8 ഇൻറ്റു ഇനി നമുക്ക് H ആണ് കണ്ടുപിടിക്കേണ്ടത്. H കണ്ടുപിടിക്കാൻ ഒരു ലൈൻ ഇങ്ങനെ വരക്കുക. എന്നിട്ട് നമുക്കപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ഇവിടുന്ന് ഹൈറ്റ് കിട്ടും. അതായത് നമ്മൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളായി. ഇത് 90 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പോൾ തീർച്ചയായും ഇതൊരു 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 90 ഡിഗ്രിക്ക് ഇവിടെ 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 13 ഡിഗ്രീൻ്റെത് 6ൻ്റെ നേരെ ഹാഫ് ആയിരിക്കും. അപ്പോൾ 3 ആണ്. ഇനി നമുക്ക് 60ൻ്റെ ഓപ്പോസിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 13ൻ്റെ √3 ടൈംസ് ആയിരിക്കും ഇത്. 3√3 ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി, 3√3 ആണെന്ന് കിട്ടി. അപ്പോൾ 8 × 3√3. അപ്പോൾ 8 × 3 24√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി, ഏരിയ കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 48 ഡിഗ്രി, the length of the shadow of the tree is 20 meter. What is the height of the tree? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരു ചിത്രം വരക്കുക. അപ്പോൾ ഇവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ തന്നത് പ്രകാരമായിരുന്നു വരച്ചിട്ടുള്ളത്. ഇത് എലിവേഷൻ ആംഗിൾ ഓഫ് എലിവേഷൻ 48 ഡിഗ്രിയാണ്. മേൽക്കോണിൽ കാണുന്നത് 48 ഡിഗ്രിയാണ്. ഇത് പിന്നെ ട്രീയുടെ ഷാഡോയുടെ ലെങ്ത്ത് നമുക്ക് 20 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ട്രീയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിനെ എക്സ് ആയിട്ട് എടുക്കാം. ഒബ്ജക്റ്റ് BX, അതായത് ഈ ട്രീൻ്റെത് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് tan 48 ആണ് വേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ടാൻ്റെ അല്ല വേണ്ടത്. ടാൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ടാൻ്റെ വാല്യൂ 1.110.
അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. tan 48 അല്ലേ, 48 ഈസ് ഈക്വൽ ടു ട്രീ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ട്രീ ബൈ ഹൈപ്പോട്ടന്യൂസ് ഷാഡോ. ട്രീ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിന്, ഷാഡോൻ്റെത് 20 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 20. അപ്പോൾ ടാൻ്റെ വാല്യൂ ഇവിടെ പ്രൂവ് ചെയ്യുക. 1.110 ഈസ് ഈക്വൽ ടു എക്സ് ബൈ 20. അപ്പോൾ നമുക്കിവിടെ എക്സ് ആണ് കാണേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു 1.110 ഇൻറ്റു 20. ഇങ്ങനെയാണ്. ആ 1.11 ഇപ്പുറം വരുമ്പോൾ ഇൻറ്റു ആവും ഇതിനോട്. എന്നിട്ട് നമുക്ക് അത് ഇൻറ്റു ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇൻറ്റു ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ 22.2120 ആണ് ആൻസർ കിട്ടിയത്. അപ്പോൾ നമുക്ക് ട്രീയുടെ ലെങ്ത്ത് കിട്ടി 22.2120 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ടോപ്പ് ഓഫ് ഇലക്ട്രിക് പോസ്റ്റ് 2 wires are stretched either side and fixed to the ground 25 meter apart the ground. What is the height of the post? അപ്പോൾ ഇവിടെയാണ് ആ ചിത്രം വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതാണ് പോസ്റ്റ്. രണ്ടെടുക്ക വയറ് വലിച്ചു നീട്ടി കെട്ടിയിരിച്ചിട്ടുണ്ട്. അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 മീറ്ററാണ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ആംഗിൾ ഓഫ് എലിവേഷന് 55 ആണ്, ഇവിടുന്ന് 40 ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇവിടെ tan 55ൻ്റെയും tan 40യുടെയും വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 55ൻ്റെ ട്രയാങ്കിളിൻ്റെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് 25 മീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എക്സ് ആയിട്ട് എടുക്കാം. DB 25 മൈനസ് എക്സ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് നോക്കാം. tan 55 ഈസ് ഈക്വൽ ടു tan 55 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് CD ബൈ AD, CD ബൈ AD. അപ്പോൾ tan 55ൻ്റെ വാല്യൂ 1.428 ഈസ് ഈക്വൽ ടു CD നമുക്കറിയില്ല, അതാണ് കാണേണ്ടത്. അപ്പോൾ CD അങ്ങനെ തന്നെ അവിടെ തന്നെ എഴുതു. AD നമുക്ക് എക്സ് ആയിട്ട് എടുത്തിട്ടില്ലേ, അപ്പോൾ എക്സ്. ഇനി CD ഇപ്പുറം കൊണ്ടുവരും. CD ഈസ് ഈക്വൽ ടു ഈ 1.428 ഇൻറ്റു എക്സ്, അപ്പോൾ 1.428 എക്സ് ആവും. അപ്പോൾ നമുക്ക് CD ഇവിടെ കിട്ടി, അതാണ് ഒന്നാമത്തത്. ഇനി നമുക്ക് tan 40 വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ട്രയാങ്കിളാണ് tan 40ൻ്റെത്. tan 40 ഈസ് ഈക്വൽ ടു tan 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് CD ബൈ DB, CD ബൈ BD. അപ്പോൾ tan 40ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും 0.839 ഈസ് ഈക്വൽ ടു CD നമുക്കറിയില്ല, അതുകൊണ്ട് CD അങ്ങനെ തന്നെ വെക്കും, ബൈ ഇത് നമുക്ക് 25 മൈനസ് എക്സ്, 25 മൈനസ് എക്സ് ആയിട്ട് എടുക്കും. നമുക്ക് CD ഇപ്പുറം കൊണ്ടുവരാം. CD ഈസ് ഈക്വൽ ടു 0.839 ഇൻറ്റു 25 മൈനസ് എക്സ്, ഇത് ഇൻറ്റു ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 0.839 ഇൻറ്റു 25 അത് നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ കിട്ടുന്നത് 20.9775 ആണ്. മൈനസ് 0.839 ഇൻറ്റു
ഈ എക്സ്. അപ്പോൾ നമുക്ക് 0.839 എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് വേറെയും സി ഡി കിട്ടി. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. മേലയിലൊരു സി ഡി കിട്ടിയിട്ടുണ്ട് 1.428 എക്സ്. ഇവിടെ ഇതും ഒരു സി ഡി കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് രണ്ട് സി ഡി രണ്ടും കിട്ടി. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു ഇതാ ആദ്യം കിട്ടിയത് 1.428 എക്സ് ഈസ് ഈക്വൽ ടു പിന്നെ രണ്ടാമത് കിട്ടിയത് 20.9775 മൈനസ് 0.839 എക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? സി ഡി രണ്ടുമായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സിനെല്ലാം ഒരു ഭാഗത്താക്കുക. എന്താ 1.428 എക്സ് ഇതാ ഇപ്പം ഇങ്ങുള്ള എക്സ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആവും. 0.839 എക്സ് ഈസ് ഈക്വൽ ടു 20.9775. ഇനി നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ കിട്ടുന്നത് 2.2672 എക്സ് ആണ് കിട്ടുക. അത് ഈസ് ഈക്വൽ ടു 20.9775. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഈ 20.9775 ഡിവൈഡഡ് ബൈ ഈ ഇൻറ്റു ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ആവും 2.2672. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്താൽ 9.2 ആണ് ആൻസർ കിട്ടുക എക്സ്. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെ ഈസിയാണ്, പഠിക്കുക. Young Ting, you going crazy.